ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 23, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്താണെന്ന്. ഓരോ കോമ്പറ്റീഷനിലും, പ്രത്യേകിച്ച് ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് നമ്മുടെ വിജയം. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് മെയ് 23 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 6 കീർത്തി ചക്ര, 33 ശൗര്യ ചക്ര കൺഫേർഡ് ഓൺ ഡിഫൻസ് പോലീസ് പേഴ്സണൽ. പ്രതിരോധ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 6 കീർത്തി ചക്രങ്ങളും 33 ശൗര്യ ചക്രങ്ങളും നൽകി. ഇന്നലെയായിരുന്നു ഈ ഒരു ചടങ്ങ് നടന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 22 പ്രസിഡന്റ് ദ്രൗപദി മുർമു എത്ര കീർത്തി ചക്രങ്ങൾ സമ്മാനിച്ചു? 6 കീർത്തി ചക്രങ്ങൾ. ഇന്നലെ മെയ് 22 ഇന്നലെയായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു 2025 പ്രഖ്യാപിച്ചിട്ടുള്ള സമാധാന സമയത്ത് നൽകുന്ന അവാർഡ് ആയിട്ടുള്ള കീർത്തി ചക്ര നൽകി ആദരിച്ചിട്ടുള്ളത്. 6 കീർത്തി ചക്ര അവാർഡ് ആണ് ഇന്നലെ നൽകിയിട്ടുള്ളത്. 2025 മെയ് 22 പ്രസിഡന്റ് ദ്രൗപദി മുർമു എത്ര ശൗര്യ ചക്രങ്ങൾ സമ്മാനിച്ചു? 33 ശൗര്യ ചക്രങ്ങൾ, 33 ശൗര്യ ചക്ര, 6 കീർത്തി ചക്ര എന്നിവയാണ് നൽകിയിട്ടുള്ളത്. സമാധാന സമയത്ത് നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡുകളിൽ രണ്ടാമത്തെ അവാർഡ് ആണ് കീർത്തി ചക്ര. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തത് വരുന്ന ഒന്നാണ് ശൗര്യ ചക്ര. യുദ്ധസമയത്ത് ധീരതയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക അംഗീകാരം ഏതാണ്? പരമവീർ ചക്ര. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മിലിറ്ററി ഡെക്കറേഷൻ ആണ് പരംവീർ ചക്ര. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒന്നാണ് പരംവീർ ചക്ര. അതായത് യുദ്ധസമയത്ത് നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് പരംവീർ ചക്ര. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 77.81% പാസ് ഇൻ +2 ഹയർ സെക്കൻഡറി, 70.06 പാസ് ഇൻ VHSC. +2 ഹയർ സെക്കൻഡറിയിൽ 77.81% വിജയം, VHSEയിൽ 70.06% വിജയം. ഇന്നലെയായിരുന്നു +2 റിസൾട്ട്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഹയർ സെക്കൻഡറി +2 പരീക്ഷകളിലെ വിജയ ശതമാനം എത്ര? 77.81%. ഇന്നലെയായിരുന്നു കേരളത്തിന്റെ ഹയർ സെക്കൻഡറി എക്സാമിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 77.81% പാസിംഗ് പെർസെൻറ്റേജ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളത് എറണാകുളം ജില്ലയ്ക്കാണ്. 2025 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഫലങ്ങളിലെ വിജയ ശതമാനം എത്ര? 70.06%. 70.06% വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിസൾട്ട് ഇന്നലെയായിരുന്നു പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ 77.81%. അത് കഴിഞ്ഞ വർഷത്തെക്കാളും അല്പം കുറവാണ്. 2025 ഹയർ സെക്കൻഡറി +2 പരീക്ഷകളിൽ എത്ര വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ A+ ലഭിച്ചു? 30,145. 30,145 സ്റ്റുഡൻസിനാണ് ഇന്നലെ +2 പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ പരീക്ഷകളിലും എവിടെയും നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇവിടെയും നമുക്ക് അതൊരു എക്സാമ്പിൾ ആണ്. 30,145 സ്റ്റുഡൻസിനാണ് ഫുൾ A+ +2 പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ, നമ്മളും 100% ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ തന്നെ വിജയിക്കാൻ സാധിക്കും നമ്മളുടെ ഓരോ പരീക്ഷകളിലും. 2025 ഹയർ സെക്കൻഡറി +2 പരീക്ഷകളിൽ എത്ര വിദ്യാർത്ഥികൾ 1200/1200 എന്ന പൂർണ്ണ സ്കോർ ലഭിച്ചു? 41 വിദ്യാർത്ഥികൾ. 41 സ്റ്റുഡൻസിനാണ് ഇന്നലത്തെ പരീക്ഷയിൽ ഫലപ്രഖ്യാപനത്തിൽ 1200-ൽ 1200 മാർക്ക്, അതായത് 100% മാർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു വലിയൊരു വിജയം തന്നെയാണ്. അതായത് 1% പോലും മാർക്ക് നഷ്ടപ്പെടാതെ 1200 മാർക്കിൽ 1200 നേടിയിട്ടുള്ള 41 വിദ്യാർത്ഥികൾ. ഇതിലേറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: പോളാർ ഭവൻ, സാഗർ ഭവൻ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ നടന്നിട്ടുള്ള ചടങ്ങിലാണ് പോളാർ ഭവൻ, സാഗർ ഭവൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഏത് സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള ഒരു ലബോറട്ടറീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? വേൾഡിൽ തന്നെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലബോറട്ടറി ആദ്യത്തേതായിരിക്കാം. വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ് ഇന്നലെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഏത് സംസ്ഥാനത്താണ് ഈ ഒരു ലാബ് ആരംഭിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കാം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് 2025 മെയ് 22
പോളാർ ഭവനും സാഗർ ഭവനും ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗോവയിലെ ദേശീയ ധ്രുവ സമുദ്ര ഗവേഷണ കേന്ദ്രം നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഗോവ. ഇവിടെയാണ് പോളാർ ഭവൻ ആൻഡ് സാഗർ ഭവൻ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബുകളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതായത് പോളാർ ഭവൻ എന്ന പേരിലും സാഗർ ഭവൻ എന്ന പേരിലും ഇത് ആരംഭിച്ചിട്ടുള്ളത് ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളർ ആൻഡ് ഓഷ്യൻ റിസർച്ചിലാണ്. പോളാർ ഭവനിലും സാഗർ ഭവനിലും എന്താണുള്ളത്? -30°C ഐസ് കോർ ലാബോറട്ടറികളും +4 ഡിഗ്രി സെൽഷ്യസ് സംഭരണ യൂണിറ്റുകളും. -30°C ലാബ്, അതായത് നമുക്ക് നോർത്ത് പോൾ സൗത്ത് പോളിൽ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള കാലാവസ്ഥ അതേ ഒരു ലെവലിലുള്ള ടെമ്പറേച്ചർ ആണ് ഈ ഒരു ലാബോറട്ടറിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പുതിയ എക്സ്പെരിമെന്റ്സിന് വേണ്ടി ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള ലാബ് ആണ് ഒന്ന് പോളാർ ഭവൻ, മറ്റൊന്ന് സാഗർ ഭവൻ. ഇതിലെ ഫേമസ് ആയിട്ടുള്ള ലാബ്സ് ആണ് -30° ഐസ് കോർ ലാബോറട്ടറി, അതുപോലെ തന്നെ +4 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റോറേജ് യൂണിറ്റുകൾ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് വികാസ് സിംഗ് വാസ് ഇലക്റ്റഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായി വികാസ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊരു ന്യൂസ് ഹെഡിംഗ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ 2025-26 പ്രസിഡന്റ് സ്ഥാനം നേടിയത് ആരാണ്? മുതിർന്ന അഭിഭാഷകൻ വികാസ് സിംഗ്. സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വികാസ് സിംഗ് ആണ് വീണ്ടും സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. കോടതികളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാർ അസോസിയേഷൻ. ഇതിൽ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ ദ ഹയസ്റ്റ് ബാർ അസോസിയേഷൻ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് സീനിയർ അഡ്വക്കേറ്റ് വികാസ് സിംഗ്. 2025-26 സീനിയർ അഭിഭാഷകൻ വികാസ് സിംഗ് എത്ര തവണ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി? 4 തവണ. 4ാമത്തെ പ്രാവശ്യമാണ് സീനിയർ അഡ്വക്കേറ്റ് വികാസ് സിംഗ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 മെയ് 27 മുതൽ മെയ് 31 വരെ എവിടെയാണ് നടക്കുക? ഗുമി, ദക്ഷിണ കൊറിയ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 ആരംഭിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന മെയ് 27 മുതൽ 31 വരെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമി എന്ന സ്ഥലത്ത് ഈ ഒരു ഈവന്റ്, അതായത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആയിട്ടുള്ള ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. സൗത്ത് കൊറിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗുമി എന്ന് പറയുന്ന സ്ഥലം. ഇത് ഗ്യോങ്സാങ് ബുക്ക് എന്ന സൗത്ത് കൊറിയയിലെ ഒരു പ്രവിശ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലി ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു, എന്നാൽ അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഗുമി എന്ന സ്ഥലം. ഇവിടെ വെച്ചാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നടക്കാൻ പോകുന്നത്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യയിൽ നിന്ന് എത്ര അത്ലറ്റുകൾ പങ്കെടുക്കും? 59 അത്ലറ്റ്സ്. 59 അത്ലറ്റ്സ് ആയിട്ടാണ് ഇന്ത്യയുടെ ടീം ഈ പ്രാവശ്യം പോകാൻ പോകുന്നത് ഗുമിയിൽ. സൗത്ത് കൊറിയയിലെ ഗുമിയിൽ ആണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ പത്രങ്ങളിൽ തന്നെ UPSC PSCയെ ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.